ശബരിമല യാത്രയുടെ അവസാനത്തെ പാർട്ടാണ് അത്. ഞാൻ ഇവിടുന്ന് ഓരോ മരങ്ങൾ നോക്കി നടക്കുക. ഞങ്ങൾ പുൽമേടൊക്കെ കഴിഞ്ഞു. പുൽമേട്ടിൽ നിന്ന് ഇപ്പോൾ നേരെ കാട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു മരം ഉണ്ടല്ലോ ഭയങ്കര വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പം അതിൻ്റെ ബാക്കി എവിടെ ഇരിക്കുന്ന ആലോചിച്ചുകൊണ്ട് വരുമ്പോഴാണ് അവിടെ വീണ് കിടക്കണത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങൾ പോലെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പമുണ്ട്. പിന്നെ ഈ മരം ഉണ്ടല്ലോ, ഇത് സഹായത്തിന് വേണ്ടി പറ്റിപ്പിടിച്ച് വളർന്നത്. എന്നിട്ട് പഠിച്ച മരത്തിലൊന്നും കാണാനില്ല, അത് മാത്രമായിട്ട് നിൽക്കണം. പിന്നെ നമ്മൾ ലാസ്റ്റ് വന്നത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാവരുടെയും പേരൊക്കെ എഴുതി കൊടുക്കണം. പിന്നെ സന്നിധാനത്ത് എത്തി ഒന്ന് കുളിച്ച് റെഡി ആയിട്ട് ഇതാ ക്യൂവിൻ്റെ അവിടേക്ക് വന്നു കേട്ടോ. 18 പടിയൊക്കെ ഞങ്ങൾ പെട്ടെന്ന് കയറിയിട്ടാ. പിന്നീട് മുകളത്തെ ക്യൂവിലേക്ക് നിൽക്കണത് ഇപ്പാണ്. അത്യാവശ്യം സമയം എടുത്ത് തൊഴുകാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം. എന്തോ അയ്യപ്പനെയൊക്കെ കണ്ടു പുറത്തേക്ക് ഇറങ്ങി. തൊഴാൻ നിൽക്കണതിന് ഒരു 10 മിനിറ്റ് മുമ്പായിട്ടാണ് ഞാൻ അമ്മയ്ക്ക് കാലിന് പണി കിട്ടിയ കാര്യമൊക്കെ അറിയണത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ അഭിഷേകത്തിനൊന്നും നിന്നില്ല, പെട്ടെന്ന് പിന്നെ അങ്ങനെ ഇറങ്ങി. വയ്യ, കണ്ണൊക്കെ കണ്ടില്ലേ, തുറക്കാൻ പറ്റണില്ല, നടന്നുറങ്ങായിരുന്നു ഞങ്ങളൊക്കെ. അതിനിടയിലാണ് ഈ ഡോളി പോണത് കണ്ട്. ഇവരൊക്കെ സമ്മതിക്കണല്ലേ, ഡെയിലി എത്ര പ്രാവശ്യം കയറി ഇറങ്ങിണ്ടാവണം. ഇവർ ഓരോരുത്തരുടെ ശരീരം കണ്ടായിരുന്നു പറയില്ല നമ്മൾ ഭയങ്കര ഫിറ്റ് ആണെന്നുള്ളത്. പക്ഷെ ഭയങ്കര സ്റ്റാമിന ഉണ്ട്. പിന്നെ എത്രയൊക്കെ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ അവർക്ക് 6 പാക്ക് ഒന്നും ഇല്ലട്ടാ. അല്ലെങ്കിൽ 6 പാക്കിനൊന്നും വലിയ കാര്യമില്ലടാ. ഇല്ലാത്തതിന്റെ സങ്കടമൊന്നുമല്ല. ഈ ട്രാക്ടറൊക്കെ ഓടിച്ചോണണ്ട എത്ര വെയിറ്റിലെന്നറിയോ അതൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഈ ചെയിൻ എപ്പോൾ കടന്നാടണുണ്ടെങ്കിൽ അപ്പം പിടിച്ച് വലിക്കാൻ തോന്നുന്നു. രാത്രിയും പകലും ഫുഡില്ലാട്ടാ. പിന്നെ ആ കഴിച്ചിട്ടുണ്ടെങ്കിൽ ലേസും ഒരു 7 പോയിരുന്നു കേട്ടാ. ഫോണൊക്കെ കളഞ്ഞ് അതൊക്കെ കണ്ടുപിടിച്ച് അതൊരു തെലുങ്കൻ്റെ ഇല കിട്ടി. അതൊക്കെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് അത് പോയി വാങ്ങി. എന്നിട്ടുള്ള ക്ഷീണം മാറ്റില്ലാട്ടോ. അതൊക്കെ ട്രെയിനിൽ വരുമ്പോൾ തിരക്കില്ലാത്ത കാരണം രക്ഷപ്പെട്ടു. ബാക്കി നാട്ടിലെത്തിയിട്ട് കാണാം.